എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നിയമവ്യവസ്ഥയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിധിന്യായമാണ് തിരുവനന്തപുരത്തെ ഒരു ലോവർ കോർട്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലും താഴെയുള്ള കോടതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു അവിടുന്ന് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ഒരു സുരക്ഷിതത്വം തോന്നുന്ന ഒരു വിധി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1990 ഈ സംഭവം ഉണ്ടാകും. ഈ സംഭവം ഉണ്ടായിട്ട് ഇന്നിപ്പോൾ 2025 എന്ന് പറഞ്ഞ വർഷത്തിലായി 10-25 വർഷങ്ങൾക്ക് ശേഷം ശിക്ഷ വിധിക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വലിയ തോതിലൊക്കെ വിമർശിക്കാറുണ്ട്. വളരെ കാലവിളംബം, കോടിക്കണക്കിന് കേസുകൾ കെട്ടിക്കണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതൊക്കെ ശരി തന്നെയാണെന്ന് പറയുമ്പോഴും ഈ നിയമവ്യവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു 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 ഈ പറഞ്ഞ പോലെ ഒരു സിൽവർ ലൈനിങ് ആണ് ഈ വിധി എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, അതിന് തത്തുല്യമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തനം കൊണ്ട് നമ്മൾ എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്ന് പുസ്തകത്തിൽ നമ്മൾ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ കാണാം. പക്ഷേ മാധ്യമ പ്രവർത്തനം കൊണ്ട് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത് തെളിയിക്കപ്പെട്ട വലിയൊരു മുഹൂർത്തമാണിത് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇരിക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ അതിന് തന്നെ ഒരുപക്ഷെ ഈ സംഭവം കാരണമായേക്കാം എന്നെനിക്ക് തോന്നുന്നു. ഈ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ അനിൽ ഇമ്മാനുവൽ എൻ്റെ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് എവിടെയോ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പോകുമായിരുന്നു. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് 1990 ആണ് ഈ കേസ് ഉത്ഭവിച്ചത്. അതിനുശേഷം വലിയ പല കയറ്റിറക്കങ്ങളിലൂടെ ഇത് 2006 മറ്റോ നെടുമങ്ങാട് കോടതിയിൽ വന്നതാണ്. ആ നെടുമങ്ങാട് കോടതിയിൽ 2006 വന്നതിന് ശേഷം ഇപ്പോൾ 2025 ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുകയും കുറ്റക്കാരന് ശിക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കുറ്റത്തിനാസ്പദമായിട്ടുള്ള സംഭവം കണ്ടുപിടിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനോടൊപ്പമോ അതിൽ കൂടുതലോ അനിൽ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ അഭിമാനിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 2006 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നെടുമങ്ങാട് ഈ ലോവർ കോർട്ടിൽ വന്നെങ്കിലും അതിങ്ങനെ നീണ്ട് 16 വർഷത്തോളം നീട്ടി, എത്രയോ തവണ നീട്ടി അത് പോയി. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലഹരി കേസാണെന്ന് നമ്മൾ ഓർക്കണം. മനസ്സിലായില്ലേ? ലഹരി കേസെന്ന് പറയുമ്പം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. സർക്കാർ വളരെ ഗൗരവമായിട്ട് എടുത്ത സംഭവം, വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു ലഹരി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരാൾ ആ കേസ് കോടതി കൈകാര്യം ചെയ്യുന്നതിലുള്ള കാലവിളംബത്തിനിടയിൽ 5 വർഷക്കാലം മന്ത്രിയായിട്ടിരുന്ന് പോയി. ഇതൊരു ചെറിയ സംഭവമല്ല ഇത്, മനസ്സിലായോ?